Hello, welcome to Learn Now. This is Danya. In the topic bubble sort and selection sort ആണ്. അപ്പം സോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു പ്രത്യേക ക്രൈറ്റീരിയയുടെ ബേസിസിൽ കുറച്ച് സാധനങ്ങളെ ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്ന മെത്തേഡ്സ് ആണ് നമ്മൾ സോർട്ടിംഗ് ടെക്നിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രത്യേക ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ന്യൂമറിക്കലി അറേഞ്ച് ചെയ്യാം അല്ലെങ്കിൽ ക്രോണോളജിക്കലി ആൽഫബറ്റിക്കലി ഹൈറാർക്കിക്കലി എല്ലാം നമുക്ക് അറേഞ്ച് ചെയ്യാം. അപ്പോൾ അതെന്താന്നുള്ളത് നമുക്കൊരു ക്രൈറ്റീരിയ തരും. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നമ്മൾ ഓർഡർ ചെയ്യാണ് ചെയ്യാറുള്ളത്. ഓക്കെ, ഇപ്പം സോർട്ടിംഗ് എന്ന് പറയുന്നത് പല ടൈപ്സ് ഉണ്ട്. അതിൽ ആദ്യത്തേത് ബബിൾ സോർട്ട് ആണ്. ബബിൾ സോർട്ടിനെ വിളിക്കുന്ന മറ്റൊരു പേര് എക്സ്ചേഞ്ച് സോർട്ട് എന്നാണ്. അപ്പം ബബിൾ സോർട്ട് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് സോർട്ടിനകത്ത് വാല്യൂസിനെ ഒരുപാട് ഐട്രേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഓരോ ഐട്രേഷനിലും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് കമ്പയർ ചെയ്യും. ഇപ്പൊ ഇത് ഒരുപാട് പാസസ് അല്ലെങ്കിൽ ഒരുപാട് പാസസ് എടുത്തിട്ടാണ് നമ്മൾ അറേഞ്ച് ചെയ്യണത്. അപ്പം എങ്ങനെ ഓരോ രണ്ടെണ്ണം, അതായത് ഒരു സെറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡാറ്റ ഐറ്റത്തിലെ ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്യും ഓരോ പാസിലും. ഓക്കെ, ആദ്യത്തെ രണ്ടെണ്ണം കമ്പയർ ചെയ്യും, എന്നിട്ട് ഏതാണോ വലുത് അതിനനുസരിച്ചിട്ട് നമ്മൾ അത് എക്സ്ചേഞ്ച് ചെയ്യും. ഓക്കെ, ഇപ്പം 5, 3 തന്നിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ലൈൻസിൽ ഒരു 10 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. 5ഉം 3ഉം ആണ് തന്നിട്ടുള്ളത് എങ്കിൽ ആദ്യം 5ഉം 3ഉം കൂടി കമ്പയർ ചെയ്യും, എന്നിട്ട് 3 ആണ് ചെറുത് 5 ആണ് വലുത്. അപ്പൊ എന്നിട്ട് അത് കമ്പയർ ചെയ്തിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. ഒരേ പാസിൽ അടുത്ത ഐട്രേഷനിൽ വരുമ്പോൾ രണ്ടാമത്തെയും മൂന്നാമത്തെയും തമ്മിൽ കമ്പയർ ചെയ്യും. ഇപ്പൊ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്തിട്ട് 3 ആദ്യം 5 രണ്ടാമതും വന്നു അല്ലെ. ഇനി അടുത്ത രണ്ട് നമ്പേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 5ഉം 6ഉം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം 5ഉം 6ഉം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, കാരണം 5 ചെറുതും 6 വലുതുമാണ്. ഓക്കെ, അപ്പൊ ആ ഇറ്ററേഷനിൽ അങ്ങനെ ഓരോ പാസിനകത്തും ഇങ്ങനെ ആദ്യത്തെ രണ്ടെണ്ണം ആയിട്ട് കമ്പയർ ചെയ്തിട്ടാണ് ചെയ്യണത്. ഏതാണോ വലുത് അതിനനുസരിച്ച് അത് സ്വാപ്പ് ചെയ്യുന്നു. സ്വാപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ചേഞ്ച് ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന് എക്സ്ചേഞ്ച് സോർട്ട് എന്ന് കൂടി പറയണത്. ഓക്കെ, അപ്പം ഇത്രേ ഉള്ളൂ. ആദ്യത്തെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് കമ്പയർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് സെക്കൻഡും തേർഡും കമ്പയർ ചെയ്യുന്നു, തേർഡ് ഫോർത്ത് കമ്പയർ ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഓരോന്ന് കഴിയുമ്പോഴും അങ്ങനെ ഒരു പാസിനകത്ത് ആ ഡാറ്റ ഐറ്റംസ് ഫുൾ അങ്ങനെ രണ്ടെണ്ണം വെച്ച് കമ്പയർ ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, അങ്ങനെ ഒരു സെറ്റ് ഒരു പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 10 എണ്ണം, ഇപ്പൊ 10 നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളെങ്കിൽ ഒരു പാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 10 നമ്പറും കമ്പയർ ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത് വരുന്നു. ഓക്കെ, ഇനി അടുത്ത സെക്കൻഡ് പാസിലും സെയിം പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഒരു ചെറിയൊരു അറേഞ്ച്മെന്റ് ആണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത്. സെക്കൻഡ് പാസിലും സെയിം ഫോളോ ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുന്നു. തേർഡ് പാസിലും ഇതേ തന്നെ ഫോളോ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് എത്ര പാസസ് വേണ്ടി വരും എന്നുള്ളതും അറിയില്ല, അതുപോലെ തന്നെ ഒരു പാസിൽ എത്ര ഐട്രേഷൻസ് വരും എന്നും അറിയില്ല. ഓക്കെ, ഇപ്പൊ ഒരുപാട് ഐട്രേഷൻസും ഒരുപാട് പാസസ് മൾട്ടിപ്പിൾ പാസസ് ഉണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഐട്രേഷൻസും ഇതിനകത്ത് വരുന്നുണ്ട് സോർട്ടിംഗ് നടക്കാനായിട്ട്. ഇത് ബബിൾ സോർട്ട് ആൽഗോരിതം ആണ്. ഇപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റ് സ്റ്റെപ്പ് 2 and 3 ഫോർ i is equal to 1 to 10. ഓക്കെ, i എന്ന് പറയുന്നത് 1 to 10 എത്ര നമ്പർ ഓഫ് നമ്പേഴ്സ് ആണുള്ളത് അത്രയാണ് ചെയ്യേണ്ടത്. 1 to n എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ സെറ്റ് j equal to 1. അപ്പം സെക്കൻഡ് നമ്മുടെ രണ്ടാമത്തെ നമ്പർ നമുക്ക് ചെക്ക് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് j എന്ന് പറയുന്നതും സെറ്റ് ഇനിഷ്യലൈസ് ടു 1 ചെയ്തു. എന്നിട്ട് ഇത് j എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മുടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് ആവുന്നത് വരേക്കും ഇത് കണ്ടിന്യൂ ചെയ്യണം. ഓക്കെ, അതിന് വൈൽ കണ്ടീഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ a of i ലെസ് ദാൻ a of j ചെക്ക് ചെയ്യുക. അപ്പം ലെസ് ദാൻ ആണെങ്കിൽ a of i യും a of j യും കൂടി ഇന്റർചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇഫ് കണ്ടീഷന്റെ എൻഡ് ആണ് എൻഡ് ഓഫ് ഇഫ് എന്ന് പറയുന്നത്. ദെൻ അടുത്തത് j എന്ന് പറയുന്നത് j++ അല്ലെങ്കിൽ j equal to j+1 എന്നുള്ളത് കൊടുക്കുക. അപ്പം jയുടെ വാല്യൂ നമുക്ക് ഒന്നും കൂടി എന്നിട്ട് അടുത്ത രണ്ട് നമ്പേഴ്സ് തമ്മിലാണ് അവിടെ കമ്പാരിസൺ വരുന്നത്. അപ്പം അത് നമ്മൾ ലൂപ്പിൽ jയുടെ വാല്യൂ നമ്മൾ റിപ്പീറ്റ് കൊടുത്തിട്ടുള്ളത് കൊണ്ട് റിപ്പീറ്റ് വൈൽ j equal to ലെസ് ദാൻ n കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് ലൂപ്പിൽ നിന്ന് എന്തായാലും ചെയ്തോളും. അപ്പൊ അത് കഴിഞ്ഞ് നമ്മുടെ ഇന്നർ ഇഫ് ലൂപ്പ് ക്ലോസ് ചെയ്യുക, അത് കഴിഞ്ഞ് ഔട്ടർ വൈൽ ലൂപ്പ് ക്ലോസ് ചെയ്യുക, അത് കഴിഞ്ഞ് നമ്മൾ എക്സിറ്റ് ചെയ്തു. ഓക്കെ, ഇതിപ്പം നമ്മൾക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടോ അത്രയും പ്രാവശ്യം ഇത് കണ്ടിന്യൂ ചെയ്ത് വന്നോളൂ ലൂപ്പ് യൂസ് ചെയ്തിട്ട്. ഓക്കെ, ഇപ്പൊ ഒരു എക്സാമ്പിൾ ആണ്. ഫസ്റ്റ് പാസസ് എത്ര ഉണ്ടാവും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം പാസ് 1നകത്ത്
നമ്പേഴ്സ് തന്നിട്ടുള്ളത് 5, 1, 4, 2, 8 ആണ്. ഓക്കെ, ആദ്യത്തെ രണ്ട് നമ്പേഴ്സ് ആദ്യം കമ്പയർ ചെയ്യും, 5ഉം 1ഉം. ഓക്കെ, 5 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. സോ അവിടെ ഇന്റർചേഞ്ച് നടന്നു, 1, 5, 4, 2, 8 ആയി. അടുത്ത രണ്ട് നമ്പേഴ്സ് എന്ന് പറയുമ്പം 1, 5, 4, 2, 8 അല്ലേ, അപ്പോൾ 5ഉം 4ഉം തമ്മിൽ കമ്പയർ ചെയ്തു. അപ്പൊ 5ഉം 4ഉം കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും 5 ആണ് ഗ്രേറ്റർ. സോ അവിടെയും എന്താ പറയുക, 4ഉം 5ഉം എക്സ്ചേഞ്ച് ആയി. അടുത്തത് 5ഉം 2ഉം ആണ്. 5ഉം 2ഉം ചെയ്തപ്പോൾ വീണ്ടും അവിടെ നടന്നു എക്സ്ചേഞ്ച്, 2 and 5 ആയി. അടുത്ത സ്റ്റെപ്പിൽ എന്ന് പറയുമ്പോൾ 5ഉം 8ഉം ആണ്. 5ഉം 8ഉം കറക്റ്റ് ഓർഡറിലാണ്, കാരണം അവിടെ നമുക്ക് അവിടെ സ്വാപ്പ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പൊ ആദ്യത്തെ പാസിൽ തന്നിട്ടുള്ള നമ്മുടെ 5 ഡിജിറ്റ്സും അവിടെ കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ ഫസ്റ്റ് പാസ് അവിടെ കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇനി സെയിം സ്റ്റെപ്സ് നമ്മൾ സെക്കൻഡ് പാസിലും ചെയ്യണം. ഇപ്പൊ ഒരു പകുതി അറേഞ്ച്മെന്റ് ആയി കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് പാസിലും ചെയ്യാം. 1 and 4 കമ്പയർ ചെയ്യുക, 1ഉം 4ഉം അവിടെ മാറ്റില്ല, അങ്ങനെ വെച്ചു. ദെൻ നെക്സ്റ്റ് 4 and 2 കമ്പയർ ചെയ്യുക. 4 and 2 കമ്പയർ ചെയ്യുമ്പോൾ 2 is less than 4 is greater than 2. സോ അവിടെ എക്സ്ചേഞ്ച് നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും 2 and 5 കമ്പയർ ചെയ്യുക. 2 and 5 അല്ല, സോറി, 4 and 5 ഓർഡറിൽ തന്നെയാണ് ഇരിക്കുന്നത്. അത് കഴിഞ്ഞു 5 and 8 കമ്പയർ ചെയ്യുക, അതും വീണ്ടും ഓർഡറിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പം അറേ എന്ന് പറയുന്നത് ഒരു സോർട്ടഡ് ഓർഡറിലായി. പക്ഷെ ആൽഗോരിതത്തിന് അറിയില്ല അത് കംപ്ലീറ്റ് ചെയ്തോ എന്നുള്ളത്. ആൽഗോരിതം ഈ ഹോൾ പാസ് എല്ലാം കൂടിയിട്ട് ഒന്നും കൂടിയും അതും ഒരു സോർട്ടും കൂടി ചെയ്യും, ഒരു പാസും കൂടി അത് ചെയ്യാനായിട്ട് എടുക്കും. ഓക്കെ, അപ്പൊ വീണ്ടും 1, 2 കമ്പയർ ചെയ്തു, ഓക്കെയാണ്. ദെൻ 2, 4 കമ്പയർ ചെയ്തു, ഓക്കെയാണ്. 4, 5 കമ്പയർ ചെയ്തു, ഓക്കെയാണ്. 5, 8 കമ്പയർ ചെയ്തു, ഓക്കെയാണ്. അപ്പൊ നമ്മുടെ തേർഡ് പാസിനകത്താണ് ഇത് കംപ്ലീറ്റ് ആയിട്ടും ചെയ്ത് കഴിയണത്. ഓക്കെ, പിന്നെ ഇതിന്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇതിന്റെ ഡാറ്റ ഐറ്റത്തിന്റെ എഫിഷ്യൻസി, ഡാറ്റ ഐറ്റത്തിന്റെ ആയിട്ട് ഇൻഡിപെൻഡന്റ് ആണ് നമ്മുടെ ഇനീഷ്യൽ അറേഞ്ച്മെന്റ്. അപ്പൊ ഇഫ് ദ അറേ contain n data items, the outer loop executes n-1 times. Okay, അതായത് നമുക്ക് n data items ആണ് ഉള്ളതെങ്കിൽ അത് n-1 times ആണ് outer loop എക്സിക്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ n-1 passes ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ഫസ്റ്റ് പാസിൽ എന്ന് പറയുമ്പോൾ ഇന്നർ ലൂപ്പ് n-1 ടൈം എക്സിക്യൂട്ട് ചെയ്യും. സെക്കൻഡ് പാസിൽ ഇന്നർ ലൂപ്പ് n-2 ടൈം എക്സിക്യൂട്ട് ചെയ്യും. തേർഡ് പാസിൽ n-3 ടൈംസ് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ഇറ്ററേഷൻസ് എന്ന് പറയുമ്പോൾ ഓർഡർ ഓഫ് n² ആണ് വരിക. അപ്പൊ അതിന്റെ വേഴ്സ്റ്റ് കേസിലാണെങ്കിലും ബെസ്റ്റ് കേസിലാണെങ്കിലും ആവറേജ് കേസിലാണെങ്കിലും ഓർഡർ ഓഫ് n² ആണ് പെർഫോമൻസ് കോംപ്ലക്സിറ്റി വരുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ സോർട്ട് ആണ്. സെലക്ഷൻ സോർട്ട് എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഒരു സോർട്ടിംഗ് അൽഗോരിതം ആണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് ഓഫ് അറേ അല്ലെങ്കിൽ ഒരു ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ഒരു മിനിമം നമ്പർ സെലക്ട് ചെയ്യും, അതല്ലെങ്കിൽ അതിന്റെ മിനിമം എലമെന്റ് സെലക്ട് ചെയ്യും. എന്നിട്ട് ഓരോ തുടക്കത്തിൽ, അതായത് അൺസോർട്ടഡ് തുടക്കത്തിലുള്ള നമ്പറിനെ എടുത്ത് മാറ്റി ആ മിനിമം എലമെന്റ് വെക്കും. ഓക്കെ, അങ്ങനെയാണ് ചെയ്യണത്. അപ്പം ഇതിനകത്ത് എന്ന് പറഞ്ഞാൽ ബബിൾ സോർട്ടിനെ വെച്ചിട്ട് കുറച്ചും കൂടിയും ഇംപ്രൂവ്മെന്റ് ആണുള്ളത്. ഒരു എക്സ്ചേഞ്ച് മാത്രമേ നടക്കുന്നുള്ളൂ ഓരോ പാസിലും. മറ്റേത് നമ്മൾ ഓരോ പാസിലും ഓരോ ഐട്രേഷൻ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എക്സ്ചേഞ്ച് കൂടുതലാണ്. ഇവിടെ ഒരു പാസിൽ ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് രണ്ട് അറേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒരു സബ് അറേ ഓൾറെഡി സോർട്ട് ചെയ്തിട്ടുള്ളതാണ്, ഓൾറെഡി സോർട്ട് ചെയ്തതല്ല, നമ്മൾ സോർട്ട് ചെയ്യുന്ന എലമെന്റ്സ് വെക്കാനുള്ളതും. മറ്റ് ഒരു അറേ എന്ന് പറയുന്നത് അൺസോർട്ടഡ് ആയിട്ടുള്ളൊരു അറേയുമാണ്. ഓക്കെ, അപ്പം ഓരോ ഐട്രേഷനിലും മിനിമം എലമെന്റിനെ പിക്ക് ചെയ്യും അൺസോർട്ടഡ് ആയിട്ടുള്ള അറേയിൽ നിന്ന് കേട്ടോ. അൺസോർട്ടഡ് ആയിട്ടുള്ള അറേയിൽ നിന്ന് മിനിമം എലമെന്റിനെ പിക്ക് ചെയ്തിട്ട് നമ്മൾ സോർട്ടഡ് അറേയിൽ എക്സ്ചേഞ്ച് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സോർട്ട് ചെയ്തിട്ട് വെക്കാൻ പോകുന്ന അറേ, അതാണ് രണ്ട് അറേ. ഒന്ന് ഒരു അൺസോർട്ടഡ് ആയിട്ടുള്ള അറേ നമ്മുടെ കയ്യിലുള്ളത്, പിന്നെ സോർട്ടഡ് അറേ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എക്സ്ചേഞ്ച് അല്ല, മിനിമം സെലക്ട് ചെയ്ത് ആദ്യത്തെ എലമെന്റ് ബിഗിനിങ്ങിലുള്ള എലമെന്റും ഈ മിനിമം എലമെന്റും തമ്മിലാണ് കമ്പയർ ചെയ്യണത്. എന്നിട്ട് അവിടെ മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്, സോർട്ട് ചെയ്യാൻ പോകുന്ന അറേയിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. അപ്പം അതിന്റെ അൽഗോരിതം ആണ് ഫോർ i is equal to 1 to n-n. ഓക്കെ, n എന്ന് പറയുന്നത് സൈസ് ഓഫ് അറേ ആണ്. എന്നിട്ട് അതിനൊരു മിനിമം ഇൻഡെക്സ് നമ്മൾ 1 എന്ന് വെച്ചു. ഓക്കെ, സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് 1 ആയിട്ട് എടുത്തു. ദെൻ j എന്ന് പറയുന്നതും 1 to n. കമ്പാരിസൺ, അവിടെ കമ്പാരിസൺ ആണ് നടക്കുന്നത്. കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു i ന്റെ ഒരു n ന്റെയും j യുടെയും ആവശ്യം ഉണ്ട്.
ഓക്കെ, അപ്പം j is equal to i plus 1. i എത്രയാണോ അതിന്റെ തൊട്ടടുത്ത നമ്പർ ആണ് j എന്ന് പറയുന്നത്. ഓക്കെ, അത് n വരെയാണ് ചെയ്യണത്. ഓക്കെ, i n minus 1 വരെ ചെയ്യുമ്പോൾ j അതിന്റെ തൊട്ടടുത്ത നമ്പർ മുതൽ n വരെയാണ് ചെയ്യണത്. എന്നിട്ട് സെക്കൻഡ് നമ്മളൊരു മിനിമം ഇൻഡെക്സ് കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ മിനിമം ഇൻഡെക്സും ഏതാണ്, നമ്മുടെ ജെയും കൂടിയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. എന്നിട്ട് ജെയിലേക്ക് ആ മിനിമം ഇൻഡെക്സിന് അസൈൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. ലെസ് ദാൻ വാല്യൂ ആണെങ്കിൽ, ഇപ്പം ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് മിനിമം ഇൻഡെക്സിനെക്കാളും കുറവാണെങ്കിൽ മിനിമം ഇൻഡെക്സ് എന്താക്കി എടുക്കും, ആ ജെ വാല്യൂ ആയിട്ട് എടുക്കും. ഓക്കെ, അതോടുകൂടി നമ്മൾ ഇഫ് കണ്ടീഷൻ ക്ലോസ് ചെയ്യുക, ഫോർ ലൂപ്പ് ഇഫ് ലൂപ്പ് ക്ലോസ് ചെയ്യുക, ഫോർ ലൂപ്പ് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമുക്ക് മിനിമം ഇൻഡെക്സ് നമ്മൾ ജെ സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ നമ്പർ ബിഗിനിങ്, അത് അപ്പോൾ അറേ ഓഫ് ഐയും മിനിമം ഇൻഡെക്സും കൂടിയിട്ട് സ്വാപ്പ് ചെയ്യാണ് ചെയ്യണത്. ഓക്കെ, വീണ്ടും രണ്ടാമത്തെ ഫോർ ലൂപ്പ് എൻഡ് ചെയ്തു, എക്സിറ്റ് കൊടുക്കുക. ഓക്കെ, സോ ഒരു എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പാസ് ഇതിലൊരു 5 നമ്പേഴ്സ് ആണ് നമുക്ക് ഉള്ളത്. 64, 25, 12, 22, 11 എന്ന് പറയുന്ന 5 നമ്പേഴ്സ്. ഓക്കെ, ആദ്യം നമ്മൾ ഒരു മിനിമം വാല്യൂ സെലക്ട് ചെയ്തു. എന്താണ്, 11 ആണ് നമ്മുടെ മിനിമം വാല്യൂ സെലക്ട് ചെയ്തത്. ഇനി ആ 11ഉം നമ്മൾ 64ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. ഓക്കെ, 64ഉം തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തു. അപ്പം ബിഗിനിങ്ങുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. മിനിമം അപ്പം 64, 25, 12, 22, 11 അതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്താ എന്നുള്ളത് എടുത്തു കഴിഞ്ഞു. 11 ആണെന്ന് എടുത്തു. ആ മിനിമം വാല്യൂ 11ഉം ആ 64ഉം തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ 11 എന്ന് പറയുന്നതാണ് ഏറ്റവും കുറവ്. അത് ഫസ്റ്റും അതും തമ്മിൽ 64ഉം തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്തു. അപ്പം 11 ഫസ്റ്റും 64 ലാസ്റ്റുമായി. ഓക്കെ, നെക്സ്റ്റ് 11 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മിനിമം വാല്യൂ എന്ന് പറയുന്നത് 12 ആണ്. ഓക്കെ, 12 ആണ്. അപ്പം 12ത്തെ മിനിമം വാല്യൂ നോക്കുമ്പോൾ 12ഉം 25ഉം കൂടിയിട്ടാണ് കമ്പാരിസൺ വരിക. അപ്പൊ 12ഉം 25ഉം കമ്പയർ ചെയ്യുമ്പോൾ 12 ആണ് ചെറുത്. സോ അവിടെ എക്സ്ചേഞ്ച് വന്നു, 12 and 25 എക്സ്ചേഞ്ച് ചെയ്തു. ഓക്കെ, അടുത്ത സ്റ്റെപ്പിൽ വരുമ്പോൾ മിനിമം വരുന്നത് 22 ആണ്. ദെൻ 25 and 22ഉം കൂടിയിട്ടാണ് അവിടെ കമ്പാരിസൺ വരുന്നത്, 25 and 22. ഓക്കെ, അപ്പൊ അവിടെ 22 ആണ് ചെറുത്, 22, 25. ഓക്കെ, ഇനി അടുത്ത പാസിൽ എന്ന് പറയുമ്പോൾ 25ഉം 64ഉം തമ്മിലാണ് വരുന്നത്. 25ഉം ചെറുതായതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ എക്സ്ചേഞ്ചിന്റെ ആവശ്യമൊന്നും വരുന്നില്ല. ലാസ്റ്റ് പാസിൽ എല്ലാം ഒന്നും കൂടി ചെക്ക് ചെയ്യണു. 11, 12, 22, 25, 64. ഇവിടെയും ബെസ്റ്റ് കേസ് പെർഫോമൻസും വേഴ്സ്റ്റ് കേസ് പെർഫോമൻസും ഓർഡർ ഓഫ് n സ്ക്വയർ തന്നെയാണ്. ഓക്കെ, അപ്പം ഓർഡർ ഓഫ് n സ്ക്വയർ കമ്പാരിസൺസ് ആണ് ഇവിടെ വരുന്നത്. ഓരോ സ്കാനിലും ഓക്കെ 1 സ്വാപ്പ് ആണ് ചെയ്യുന്നത്. ഓരോ ഐട്രേഷനിലും ഒരു സ്വാപ്പ് മാത്രമാണ് ചെയ്യുന്നത് n-1 എലമെന്റ്സിന്റെ പ്ലേസിൽ. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.